ക്യാമറ സെറ്റാക്കണം. പിന്നെ വോയിസ് സെറ്റാക്കണം. വൺ ടു ത്രീ. കാണുന്നില്ലേ ഇപ്പോൾ? ക്യാമറ സെറ്റായി. പോരെ? ഹായ്. അപ്പം ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സ്ട്രെയിറ്റായിട്ട് 8 മിനിറ്റ് ക്യാമറ നോക്കി സംസാരിച്ചാലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കും എന്നറിയില്ല. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ സമീപം 4:52 5:30 ഒരു പരിപാടിയുണ്ട്. ഇന്ന് ഒരുപാട് ലേറ്റ് ആവും ചെയ്തു വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നേരത്തെ ആലോചിച്ച് ചെയ്ത് എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്ത് സംസാരിക്കും ഇന്നെന്ത് സംസാരിക്കും? അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡേ 2. ഇന്ന് ടോക്ക് ടു ക്യാമറ 8 മിനിറ്റ്സ്. ഇപ്പോൾ 2 മിനിറ്റായി. ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥല വഴിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുമ്പിൽ ക്യാമറയിലുണ്ട്. അപ്പോൾ ആരെങ്കിലും പോകുന്ന കാണുമ്പോൾ അടിപൊളിയാവും, ചമ്മലാവും. എന്തിനെക്കുറിച്ച് സംസാരിക്കും? ഐ ഡോണ്ട് നോ വാട്ട് ടു ടോക്ക്. പറഞ്ഞുതരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് ഇന്ന് എന്നെക്കുറിച്ച് പറയാം. ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായി. അതാണ് ഞാൻ ചെയ്യുന്ന ജോലി. പക്ഷേ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാനാണ്. ഒരുപാട് രാജ്യങ്ങളും ലോകം മൊത്തം കാണണമെന്നില്ല ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോകണം. അറ്റ്ലീസ്റ്റ് ഇന്ത്യ ഒന്ന് കാണണമെന്നുണ്ട്. കാണാൻ പറ്റിയിട്ട ഇതുവരെ അങ്ങനൊരു ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ട സിറ്റുവേഷൻസാണ്. പക്ഷേ ആ ഒരു ട്രാവൽ ഞാൻ എന്തായാലും ചെയ്യും. മാക്സിമം ഈ വർഷം തന്നെ ആ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട്. ഓൾ ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്നില്ല ആഗ്രഹമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് ട്രാവൽ ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഏകദേശം ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് ഈ ചെറിയ ചെറിയ കേരളം, തമിഴ്നാട്, കർണാടക അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 കൊല്ലമായി. ഫസ്റ്റ് പോയ ഒരു ബൈക്ക് റൈഡിൽ തന്നെ ഇതാണ് എൻ്റെ പരിപാടി എന്നുള്ളൊരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയെന്ന് ഇങ്ങോട്ട് വെക്കാം. അപ്പം അത് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയെന്ന്. ട്രാവൽ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാകാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അതാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം തിരഞ്ഞെടുത്തത്. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ക്യാമറ ഫിയറെല്ലാം മാറണ്ടേ. ഇപ്പം സെറ്റ് ചെയ്യുന്ന തോന്നല്ലേ? ആലോചിക്കാൻ എന്ത് പറയണ്ടെന്ന്. അപ്പം അതാണ് കാര്യം. എനിക്ക് അന്നേ ചെയ്യണമെന്നുണ്ട് വീഡിയോസെല്ലാം. പക്ഷേ ഈ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല സാധനം മുന്നേ ഉണ്ട്. ആ ഒരു സാധനം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരു സ്റ്റാർട്ട് കിട്ടാനുണ്ടായത്. ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാറി.
ഇപ്പം ആൾക്കാരെന്ത് വിചാരിച്ചാലും ഞാൻ ചെയ്ത എനക്ക് കൊള്ളാമെന്നെല്ലാം മൈൻഡായി. അപ്പം ആരെങ്കിലും കണ്ടന്റ് ക്രിയേഷനെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യം കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാണ്ട് ഞാൻ വേറെ എന്താ പറയുക. എൻ്റെ കാര്യം പറയാനില്ല, ഞാൻ ഇൻട്രോവേർട്ടിൻ്റെ എക്സ്ട്രീമാണ്. ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ഉണ്ടായി. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ടെന്നല്ലാണ്ട് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടൊന്നും ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു മിഡിൽ ബെഞ്ചിലുണ്ടായി. ബാക്ക് ബെഞ്ചും അല്ല, ഫ്രണ്ട് ബെഞ്ചും അല്ല. ഇങ്ങനൊരു സ്റ്റുഡൻറ്റ് ആ സ്കൂളിൽ പഠിച്ചിരുന്ന തന്നെ ടീച്ചർമാർക്കും അല്ലെങ്കിൽ ബാക്കിയിലെ ക്ലാസ്സിലെ പിള്ളേർക്കൊന്നും അറിയുന്ന കൂടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്റ്റുഡൻ്റായിരുന്നു സ്കൂളിൽ ഞാനാണ് ഇപ്പം ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ആലോചിച്ചിട്ട് എന്തൊരു ചേഞ്ചാണെന്നുള്ള സാധനം ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട്. എന്തായാലും പെർഫെക്റ്റ് ആവുകയും ചെയ്യില്ല. എൻ്റെ ഈ വ്ളോഗോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത വ്ളോഗൊന്നും പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ ഓണാക്കി പിടിച്ചിട്ട് ഒന്നും പറയാൻ കിട്ടാണ്ട്, ജസ്റ്റ് ഒരു ഹലോ പറയാൻ പോലും പറ്റാണ്ടില്ല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രത്തോളം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് നിൽക്കുക എന്നല്ലാണ്ട് ഇനി ബെറ്റർ ആവാനുണ്ട്. അത് നന്നായിട്ട് അറിയാം. കുറേ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഈ കംഫർട്ട് സോൺ എന്നുള്ള സാധനം മാറും. ആ സാധനത്തിൽ നിന്ന് പുറത്ത് പോയാലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മുന്നത്തെ കുറേ കണക്ഷൻസ് പോവും. ആ ഒരു ലൈഫ് സ്റ്റൈലേ മാറും. അന്നേരം ഉണ്ടായ ആൾക്കാരൊന്നും കൂടെ ഉണ്ടാവില്ല ലൈഫിൽ. പുതിയ കണക്ഷൻസ് കിട്ടും, ഒരുപാട് പുതിയ ആൾക്കാർ. അതായത് നമ്മളതേ മൈൻഡ് സെറ്റും വൈബും ആ ഒരു സാധനം ഇല്ല കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടും ലൈഫിൽ. അപ്പോൾ അതൊക്കെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയ കാര്യമാണ്. സോ കണ്ടന്റ് ക്രിയേഷനെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തുടങ്ങിക്കോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ 2 ടോക്ക് ടു 8 minutes. ഏകദേശം 8 minutes ആവാനായി തോന്നുന്നു. അപ്പോൾ ഇനി നാളെ എന്ത് ചെയ്യും നോക്കാം. അപ്പോൾ ശരി, ബൈ.